വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫെബ്രുവരി ഫേവറേറ്റ്സ് വീഡിയോ ആണ്. ഇപ്പൊ ഫെബ്രുവരി ഫേവറേറ്റ്സ് ചെയ്യാൻ പറ്റിയ ഒരു സമയത്ത് തന്നെയാണ് നമ്മൾ നിൽക്കുന്നത്. മാർച്ചായി. അപ്പൊ ഫെബ്രുവരിയിൽ എന്തൊക്കെയായിരുന്നു എന്റെ ഫേവറേറ്റ്? ഇപ്പൊ ക്ലോത്തിങ് ആവും, ആക്സറീസ് ആവും, ഫേവറേറ്റ് മൊമെന്റ് ആവും. അപ്പം എന്തൊക്കെയായിരുന്നു എന്റെ ഫേവറേറ്റ്സ് അതെല്ലാമാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്കും തീർച്ചയായും പ്രൊഡക്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്കും യൂസ്ഫുൾ ആയേക്കാം. അത്ര എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങൾ മാത്രമേ ഞാൻ ഈ ഒരു ഫേവറേറ്റ്സ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ഹോണസ്റ്റ് ആയിട്ടുള്ള എന്റെ ഒപ്പീനിയൻ ആണ് ഞാനിവിടെ പറയുന്നത്. പിന്നെ നിങ്ങൾക്ക് വോയിസ് ഭയങ്കര എക്കോ ആയിട്ട് കേൾക്കുന്നുണ്ടെങ്കിൽ വേറെ കൊണ്ടിട്ടല്ല, ഞാൻ കട്ടനെല്ലാം ഡ്രൈ വാഷിനും അതിനുള്ളിൽ കൊടുത്തേക്കണം. അതുകൊണ്ട് തന്നെ റൂം ഓൾമോസ്റ്റ് ബ്ലാങ്ക് ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഈ ഒരു എക്കോ സൗണ്ട് കേൾക്കുന്നത്. അപ്പൊ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു പോരായ്മകളൊക്കെ ഇഗ്നോർ ചെയ്യുക. അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന തൊട്ടപ്പുറത്ത് കുഞ്ഞു ബെല്ലൈക്കൺ കൂടി വരും, അതും കൂടി എനേബിൾ ചെയ്യാൻ മാത്രമേ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് വന്നിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് വന്ന് മിസ് ചെയ്യാണ്ട് കാണാനായിട്ട് പറ്റുള്ളൂ. സോ അപ്പൊ നമുക്ക് നമ്മുടെ ഇന്നത്തെ ഫേവറേറ്റ്സ് വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ജംപ് ഇൻ ടു ദ വീഡിയോ. അപ്പൊ ഇത് ഫെബ്രുവരി ഫേവറേറ്റ്സിലെ നമ്മുടെ ഫസ്റ്റ് കാറ്റഗറിയാണ് മേക്കപ്പ്. മേക്കപ്പിൽ എന്റെ ഫസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ് സോഫെക്സ് പാലറ്റ്. മേക്കപ്പ് റെവല്യൂഷന്റെ സോഫെക്സ് ഹൈലൈറ്റർ പാലറ്റ് ആണ് ഇത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള 8 ഷെയ്ഡ്സ് ആണ് ഈ ഒരു പാലറ്റിന്റെ പ്രത്യേകത. നല്ല ഷിമ്മർ ആണ്. നമ്മൾ ഫേസിൽ ഇട്ടുണ്ടെങ്കിൽ തന്നെ നല്ല ഗ്ലോ ആയിരിക്കും ഫേസ്. ഞാൻ ഇപ്പൊ കൂടി ഇത് യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പോർഷനിലും നോസിന്റെ ബ്രിഡ്ജിലും നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. നല്ലൊരു ഗ്ലോയിങ് ഉണ്ട്, നല്ല തിളക്കമുണ്ട് ഫേസിന്. അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഫേസ് ഡള്ളായിട്ടിരിക്കുന്ന ടൈമിലൊക്കെ ആണെങ്കിൽ തന്നെ ഈ ഒരു ഹൈലൈറ്റർ പാലറ്റ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഫിനിഷിംഗ് ആയിരിക്കും ഫേസിന്. വെയിലത്തോട്ടൊക്കെ പോകണമെങ്കിൽ തന്നെ നല്ല മുഖം നല്ല വെട്ടി തിളങ്ങും, അത്ര ഭംഗിയായിരിക്കും കാണാനായിട്ട്. ഇപ്പൊ നിങ്ങള് വെറുതെ ഒരു ടാൽക്കം പൗഡർ ഇട്ട് പോവുകയാണെങ്കിലും അതുപോലെ തന്നെ ഒരു മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് പോവുകയാണെങ്കിലും ഈ ഒരു ഹൈലൈറ്റർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഗ്ലോ ആയിരിക്കും ഫേസിന്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരെണ്ണം പർച്ചേസ് ചെയ്യാൻ നോക്കുക. ഇതിന് 1000 ഞാൻ നൈക്ക ഹോൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അതിൽ ഇട്ടിട്ടുണ്ട് ഞാൻ ഈ ഒരു പാലറ്റിന്റെ കാര്യങ്ങളെല്ലാം. അപ്പൊ നിങ്ങൾ അത് കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ഇവിടെ ലിങ്ക് ചെയ്ത് തരാം, ആ ഒരു വീഡിയോ കാണേണ്ടതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പ് പ്രൊഡക്റ്റിൽ ഫസ്റ്റ് ഐറ്റം, മേക്കപ്പ് റെവല്യൂഷന്റെ സോഫെക്സ് ഹൈലൈറ്റർ പാലറ്റ് ആണ്. അപ്പൊ നമ്മുടെ സെക്കൻഡ് ഐറ്റം എന്താണെന്ന് നോക്കാം. സെക്കൻഡ് ഐറ്റം മസ്കാരയാണ്. ലാഷ് പാരഡൈസ് മസ്കാരയാണ് ലോറിയലിന്റെ. ഞാൻ പറഞ്ഞു ഒത്തിരി ഇന്റർനാഷണലി ഒത്തിരി റിവ്യൂസ് കിടക്കുന്നുണ്ട് ഈ ഒരു മസ്കാരയ്ക്ക്. ഒത്തിരി നല്ല മസ്കാരാസിലെ ഏറ്റവും ടോപ്പ് കിടക്കുന്ന മസ്കാരയാണ് ഇത്, നമ്മുടെ ലോറിയലിന്റെ ലാഷ് പാരഡൈസ് മസ്കാര. ശരിക്കും ഞാനിതിപ്പോ യൂസ് ചെയ്ത് ഫെബ്രുവരിയിലേക്ക് ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തിയും നല്ല വോളിംനെസ്സും ആയിട്ടുള്ള ലാഷസ് നമുക്ക് ഈ ഒരു മസ്കാര യൂസ് ചെയ്യുന്നതിന് വഴി കിട്ടും. അപ്പൊ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഈ ഒരു മസ്കാര ഇഷ്ടപ്പെടും. നല്ല ഓഫേഴ്സ് ഒക്കെ ഉണ്ടാവാറുണ്ട് നൈക്കയിൽ. ഓഫറുള്ള ടൈമിൽ മാത്രം പർച്ചേസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നമുക്കിപ്പോ നമ്മള് ഫുൾ ക്യാഷിന് നമ്മൾ മേടിച്ചിട്ട് ഓഫർ കാണാൻ നേരത്ത് ഭയങ്കര ഒരു മനസ്സിന് ഭയങ്കര വേദന ആയിരിക്കും. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ഓഫേഴ്സ് ഉള്ള ടൈമിൽ നോക്കുക. നല്ല ഡീൽസ് ഒക്കെ വരാറുണ്ട് ഈ മസ്കാരയ്ക്ക്. അപ്പൊ ഇതാണ് നമ്മുടെ മേക്കപ്പിലെ സെക്കൻഡ് ഐറ്റം, നമ്മുടെ ലാഷ് പാരഡൈസ് മസ്കാരയാണ് ലോറിയലിന്റെ. അപ്പൊ നിങ്ങളും ഇത് ട്രൈ ചെയ്യുക. അപ്പൊ നമുക്കിനി നമ്മുടെ നെക്സ്റ്റ് ഐറ്റം എന്താന്ന് നോക്കാം. അപ്പോ ആക്സറീസ് എന്നുള്ള കാറ്റഗറിയില് ഫസ്റ്റ് ഫേവറേറ്റ് ഐറ്റം ആണ് ഈ ഒരു വാച്ച് ആണ്. ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ചാണിത്. 2500 റുപ്പീസ് ആണ് ഈ ഒരു വാച്ചിന്റെ റിയൽ പ്രൈസ് എന്നുള്ളത്. പക്ഷെ എനിക്ക് ഇത് 1500-നോ 700-നോ ഒക്കെയാണ് ഈ വാച്ച് കിട്ടിയത്. നല്ല വാച്ചാണ്. ഇപ്പൊ എപ്പോഴും നിങ്ങൾ വാച്ചസ് സെലക്ട് ചെയ്യാൻ നേരത്തെ ശ്രദ്ധിക്കുക, വലിയ ഡയലുള്ള സ്ട്രാപ്പിന് പകരം ചെയിൻ സ്ട്രാപ്പുള്ള വാച്ചസ് നിങ്ങൾ തിരഞ്ഞെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഈ ഒരു ഒറ്റ വാച്ച് ഇപ്പൊ കുർത്തിട്ടിട്ട ഒരു ജീൻസും ടോപ്പ് ആണെങ്കിൽ കൂടി ഈ ഒരു ഒറ്റ വാച്ച് മതി നമ്മുടെ ഔട്ട്ഫിറ്റിനെ മൊത്തം നല്ല ഭംഗിയാക്കും. പകരം തിന്നായിട്ടുള്ള കുഞ്ഞിടാനുള്ള വാച്ചുകളുടെ ഫാഷനൊക്കെ പോയി ഈ ഒരു വാച്ചസ് ആണ് ഇപ്പം എലഗന്റ് ആയിട്ട് നമുക്ക് ഔട്ട്ഫിറ്റിന്റെ കൂടെ ക്യാരി ചെയ്യാനായിട്ട് ഏറ്റവും നല്ലത്. ഇങ്ങനത്തെ ചെയിൻ സ്ട്രാപ്പുള്ള വലിയ ഡയറുള്ള വാച്ചാണ്. ഇപ്പൊ ഇത് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു വാച്ചാണ്, പക്ഷെ നല്ല എലഗന്റ് ആയിട്ടുള്ള ഒരു ലുക്ക് ഉണ്ട് ഈ ഒരു വാച്ചിന്. അപ്പൊ ഇതാണ് എന്റെ ഫെബ്രുവരിയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആക്സസറി. വേറൊരെണ്ണം കൂടി ഉണ്ട്, എന്നാലും ഇതെന്റെ ഫസ്റ്റ് ഫേവറേറ്റ് ആണ്, വാച്ചാണ്. ഞാൻ കൂടുതലായിട്ടും ബാംഗിൾസിനെക്കാളും എല്ലാത്തിനേക്കാളും വാച്ചസ് ആണ് കൂടുതലായിട്ടും ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഇതാണ് എന്റെ ആക്സസറീസിലെ ഫസ്റ്റ് ഐറ്റം, ഫാസ്റ്റ് ട്രാക്കിന്റെ വാച്ചാണ്. ഇനി ആക്സസറീസില് എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ആണ് ഈ ബ്രേസ്ലെറ്റ്. ഞാൻ ഫ്രണ്ട്ഷിപ്പ് ടാഗ് വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങള് ബർത്ത്ഡേക്ക് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഹാഫ് ഉള്ള ഗിഫ്റ്റ്സ് ആണ് ഞങ്ങൾ കൊടുക്കാറെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ ഇങ്ങനെയാണ് ഇതിന്റെ ഡിസൈനും കാര്യങ്ങളും. ഇത് ഹാർട്ടിന്റെ പകുതിയെ
ഈ ഒരു ബ്രേസ്ലെറ്റിന് ഈ ചാമിനുള്ളൂ. ഇതിന്റെ പകുതി എന്റെ ഫ്രണ്ടിന്റെ കയ്യിലാണ്. അതുപോലെ തന്നെ എപ്പോഴും ഞങ്ങള് ഗിഫ്റ്റ്സ് കൊടുക്കാൻ ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പൊ ഇത് ബെസ്റ്റ് ഫ്രണ്ട്സ് എന്നാണ്, അതിൽ ഫ്രണ്ട്സിന്റെ പോർഷനാണ് എനിക്ക് കിട്ടിയേക്കുന്നത്. ബെസ്റ്റ് അവളുടെ കയ്യിലുണ്ട്, മനീഷയുടെ കയ്യിലുണ്ട് ഈ ഒരു ഹാഫ് പോർഷൻ. പിന്നെ ഇതിലൊരു ആ ഒരു കോയിൻ പോലത്തെ ഒരു ചാമില് എഴുതിയിട്ടുണ്ട് നോ മാറ്റർ വെയർ. ആള് മംഗലാപുരത്താണ് ഞാൻ പറയണ്ടായിരുന്നു. അപ്പം അവൾ അവിടെ, ഞാനിവിടെ. അതുകൊണ്ട് എന്തുകൊണ്ടും പറ്റിയ ഒരു ഗിഫ്റ്റ് ആണെന്ന് ഞാൻ വിചാരിച്ചിട്ട് തന്നെയാണ് അവൾക്ക് ഇത് ജനുവരി 22 ഞാൻ അവൾക്ക് ഈ ഒരു ഇത് ഗിഫ്റ്റ് ചെയ്ത അവളുടെ ബർത്ത്ഡേയുടെ അന്ന്. അപ്പൊ ഫെബ്രുവരിയിൽ ഞാൻ ഈ ഒരു വാച്ച് നന്നായിട്ട് ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇത്. ഇപ്പൊ വാച്ച് ഞാൻ പറഞ്ഞു, വാച്ചസ് നിങ്ങൾ ഇടാൻ നേരത്ത് അതിന്റെ കൂടെ ഇങ്ങനത്തെ സിൽവർ ചാമുള്ള ബ്രേസ്ലെറ്റ് ഇടുവാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കിടക്കാനായിട്ട്. അതും 2 കൈയായിട്ട് ഇടുന്നേക്കാളും ഭംഗി വാച്ചിന്റെ കൂടെ തന്നെ ഈ ഒരു ബ്രേസ്ലെറ്റും കൂടെ ആഡ് ചെയ്യുക. അപ്പൊ നല്ല ഭംഗിയായിരിക്കും അത് കിടക്കണാനായിട്ട്. അപ്പൊ ഇതാണ് എന്റെ ആക്സറീസിലെ സെക്കൻഡ് ഫേവറേറ്റ് ബ്രേസ്ലെറ്റ് ആണ്, ചാം ബ്രേസ്ലെറ്റ് ആണ്. എലഗന്റ് ലുക്കാണ് ഇത് ഇട്ടിട്ടുണ്ടെങ്കിൽ തന്നെ. അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ബ്രേസ്ലെറ്റ്. ഫ്രണ്ട്സ്, അപ്പൊ നമ്മളുടെ നെക്സ്റ്റ് കാറ്റഗറിയാണ് ക്ലോത്തിങ്. അപ്പൊ ക്ലോത്തിങ് നിങ്ങൾക്കും ഇഷ്ടമാണെന്ന് അറിയാം, ക്ലോത്തും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പൊ ഫെബ്രുവരിയിൽ എന്റെ ഫേവറേറ്റ് ക്ലോത്ത് ഈ ഒരു ബർഗണ്ടി ടോപ്പ് ആയിരുന്നു. ഇത് ഞാൻ റിലയൻസ് ട്രെൻഡ്സിൽ എടുത്തതാണ്. ഒരു 500-600 റുപ്പീസ് ആണ് ഈ ഒരു ടോപ്പിനായത്. നല്ല കംഫി ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്, നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ്. പിന്നെ ഇതിന് വൈറ്റ് നെക്കാണ് ഈ ഒരു ടോപ്പിനുള്ളത്. അത്യാവശ്യം വൈറ്റ് ആണ്, എന്നാലും നമുക്ക് ഭയങ്കര വൃത്തികേടായിട്ടൊന്നും തോന്നില്ല. നല്ല അത്യാവശ്യം നല്ല പാകത്തിനുള്ള വൈറ്റ് നെക്കാണ്. പിന്നെ ഞാൻ ഒരു ടിപ്പ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നിങ്ങൾ എപ്പോഴും ടൈറ്റ് ജീൻസ് ഇടാൻ നേരത്ത് ഇത്തിരി വൈറ്റ് നെക്ക് ആയിട്ടുള്ള ഇത്തിരി ഷാഗി ആയിട്ടുള്ള ടോപ്സ് ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ടോട്ടൽ ഔട്ട്ഫിറ്റ് നല്ല ഭംഗിയുണ്ടാവും. ഈ ഒരു ടോപ്പ് ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടറിയാം അത്യാവശ്യം വൈറ്റ് നെക്ക് ആണ്. നമുക്ക് വേണ്ട ഒരു ലെങ്ത്തിനുള്ള ടോപ്പാണ്. ഭയങ്കര ഓവർ ലെങ്ത്തും അല്ല, എന്നാൽ ഭയങ്കര ക്രോപ്പ് ടോപ്പും അല്ല, പാകത്തിനുള്ള ഒരു ലെങ്ത് ആണ്. ഇത് റയോ എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡിന്റെ ആണ്. എന്റെ സൈസ് മീഡിയം ആണ്. അപ്പൊ ഇതാണ് ക്ലോത്തിങ്ങിൽ എന്റെ ഫസ്റ്റ് ഐറ്റം. ബർഗണ്ടി ടോപ്പ് വെയർ ആണ്, റിലയൻസ് ട്രെൻഡ്സിൽ എടുത്തതാണ്. അപ്പൊ ക്ലോത്തിങ്ങിൽ എന്റെ നെക്സ്റ്റ് ഫേവറേറ്റ് ആണ് ഈ ഒരു ജീൻസ്. ഇതും ഞാൻ റിലയൻസ് ട്രെൻഡ്സിൽ നിന്ന് എടുത്ത ജീൻസ് ആണ്. നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് ഇത്. പിന്നെ ബ്ലൂ ജീൻസ് ആണ്, ഷെയ്ഡ് ഒക്കെ ഉണ്ട് ഇതിന്. വൈറ്റ് ഒരു ഷെയ്ഡ് പോയിട്ടുണ്ട് ഇതിന്റെ സെന്ററിൽ കൂടിയിട്ട്. പിന്നെ അതിന്റെ പൊക്കത്താണെങ്കിലും ഇങ്ങനത്തെ ഒരു ഷെയ്ഡിങ്ങും ഉണ്ട് ഇവിടെ. നല്ല കംഫർട്ടബിൾ ആണ് ഇടാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം നല്ല സ്ട്രെച്ചബിൾ ആയതുകൊണ്ട് തന്നെ ലെഗിന്റെ ഷേപ്പിൽ കിടക്കും ഈ ഒരു ജീൻസ്. പിന്നെ ഏത് കളർ ടോപ്പിനും ഈ ഒരു ജീൻസ് നല്ല ഭംഗിയാണ്. അത്യാവശ്യം എല്ലാ കളേഴ്സ് ടോപ്സിന്റെയും കൂടെ ഈ ഒരു ജീൻസ് പോകും എന്നുള്ളതാണ് ഈ ജീൻസിന്റെ പ്രത്യേകത. ഫെബ്രുവരിയിൽ ഞാൻ ഈ ജീൻസ് കുറെ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിന്റെ അടിയിലത്തെ ഭാഗത്ത് ഇങ്ങനെ ജസ്റ്റ് റിബ്ഡ് ആയിട്ട് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. നല്ല ഭംഗിയാണ്. ഇപ്പൊ ഇങ്ങനത്തെ ജീൻസിന്റെ അടിയിൽ റിബ്ഡ് ആയിട്ട് വരുന്നത് ഭയങ്കര ട്രെൻഡാണ്. ജീൻസിലൊക്കെ എത്ര ട്രെൻഡ് വന്നാലും അത് നമ്മൾ ഫോളോ ചെയ്യുന്നതുകൊണ്ട് പ്രശ്നമില്ല. അത് എപ്പോഴും അങ്ങനെ തന്നെ നിൽക്കും. ആ ട്രെൻഡ്സ് ഒരിക്കലും ജീൻസിലെ ട്രെൻഡ്സ് ഒരിക്കലും പോകില്ല. ക്ലാസിക് ആണ് എപ്പോഴും ജീൻസ് എന്നുള്ളൊരു വേറെ. അപ്പൊ ഇതാണ് എന്റെ സെക്കൻഡ് ഫേവറേറ്റ് ക്ലോത്തിങ്ങിലെ ജീൻസ് ആണ്. ക്രയോസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ജീൻസ് ആണ്. നെക്സ്റ്റ് കാറ്റഗറി ഫുഡാണ്. അപ്പൊ ഫുഡിൽ എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് ഫെബ്രുവരിയിൽ എനിക്ക് തോന്നിയത് അൽഫാം ആണ്. ഇപ്പൊ ഞാൻ ഡയറ്റ് ഫോളോ ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ട് തന്നെ എനിക്ക് ഗ്രിൽഡും കറിയും അതുപോലെ തന്നെ ഇങ്ങനെ അൽഫാമൊക്കെ പോലത്തെ അറബിക് ഫുഡ്സ് ഒക്കെ എനിക്ക് കഴിക്കാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഞങ്ങൾ സ്റ്റൈലിംഗ് വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും, അത് വൈറ്റ് ഷൂ പല ടൈപ്പ് എങ്ങനെ സ്റ്റൈൽ ചെയ്യാന്നുള്ള ഒരു വീഡിയോ എടുക്കാൻ പോയപ്പോഴത്തേക്കും ഞാനും എന്റെ ഫ്രണ്ട് ശ്രീജിത്തും കൂടി ഞങ്ങള് സാത്താർ എന്ന് പറയുന്ന ഒരു റെസ്റ്റോറന്റിൽ കയറി, പനമ്പള്ളി നഗറിലുള്ള. അവിടുത്തെ അൽഫാം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ ആയിരുന്നു ആ ഒരു അൽഫാമിന്റെ പ്രത്യേകത. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സ്പൈസി ആയിരുന്നു. അപ്പോൾ ആ ഒരു ഫുഡാണ് എനിക്ക് എന്റെ ഫെബ്രുവരിയിലെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡ്. അവർ നന്നായിട്ട് തന്നെ അതിങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് നല്ല രീതിക്കാണ് അവർ കൊണ്ട് ഫുഡ് തന്നത്. നല്ല ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ വാവുന്നായിരുന്നു. അതുകൊണ്ട് തന്നെ ഫുഡ് ഭയങ്കര ഇഷ്ടമായി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അൽഫാമിന്. അപ്പൊ നിങ്ങളും തീർച്ചയായിട്ടും പനമ്പള്ളി നഗറൊക്കെ പോവാൻ നേരത്ത് ട്രൈ ചെയ്യുക. ഞാനപ്പോ ആ ഫുഡിന്റെ പിക്ചർ ഇവിടെ ഞാൻ കൊടുക്കാം, അപ്പൊ നിങ്ങൾക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ എന്റെ ഫുഡിലെ ഫേവറേറ്റ് സാത്താറിലെ അൽഫാം ആയിരുന്നു. അപ്പോ നമ്മുടെ നെക്സ്റ്റ് കാറ്റഗറി ഫേവറേറ്റ് മൊമെന്റ് ആണ്. ഫെബ്രുവരിയിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് മൊമെന്റ് ഫീൽ ചെയ്തത്, ഞങ്ങൾ ഓയ് കഫേ എന്ന് പറഞ്ഞ കഫേയിൽ പോയി ഞാനും എന്റെ ഫ്രണ്ടും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടി പോയതാണ്. ലേറ്റസ്റ്റ് വീഡിയോ എടുക്കാൻ വേണ്ടി, അതായത് എങ്ങനെ ജെയിംസിന്റെ ക്ലോത്ത്സ് എങ്ങനെ ലേഡീസിനെ സ്റ്റൈൽ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ.
അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ പോയപ്പോഴത്തേക്കും ഓയ് കഫേയിൽ ഞങ്ങൾ കുറച്ചു നേരം സ്പെൻഡ് ചെയ്തായിരുന്നു. അവരവിടെ കിളികളെ വളർത്തുന്നുണ്ട്, നല്ല ഭംഗിയുള്ള ലവ് ബേർഡ്സ്, എന്ത് ടൈപ്പ് ബേർഡ്സ് എന്നറിയില്ല, പക്ഷെ നല്ല ഭംഗിയുള്ള ബേർഡ്സ്. അവർ വന്നിട്ട് ഇങ്ങനെ കയ്യിലിരിക്കും, അവരെ കയ്യിലൊക്കെ എടുത്ത് വെച്ച് നമുക്ക് ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്യാം. അപ്പൊ ശരിക്കും എനിക്ക് ഭയങ്കര വാവെന്ന് ഫീൽ ചെയ്തു. അതുങ്ങൾ വന്നിങ്ങനെ കയ്യിലിരിക്കും, പിന്നെ അതുപോലെ തന്നെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ബേർഡ്സ്. അപ്പൊ ആ ഒരു മൊമെന്റ് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു. ഞാൻ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യാൻ ഇങ്ങനത്തെ ഒരു ഫീല്. അതുങ്ങളെ ടച്ച് ചെയ്യുമ്പോഴെങ്കിൽ തന്നെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള ഫെദേഴ്സും കാര്യങ്ങളൊക്കെ. അപ്പൊ എനിക്ക് ആ ഒരു മൊമെന്റ് എന്റെ ഫേവറേറ്റ് ആയിരുന്നു. ഫെബ്രുവരി ഞാൻ കുറെ എൻജോയ് ചെയ്ത ഒരു മൊമെന്റ് ആണത്. അപ്പൊ അതാണ് എന്റെ ഫേവറേറ്റ് മൊമെന്റ്. ഇനി അടുത്ത കാറ്റഗറി ഇലക്ട്രോണിക്സ് ആണ്. എന്റെ ഫേവറേറ്റ് ഇലക്ട്രോണിക് എക്യുപ്മെന്റ് എന്താ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. എന്നെ കളിയാക്കരുത് കേട്ടോ. ഹെയർ ഡ്രയർ ഇതാണ് എന്റെ ഫേവറേറ്റ് ഐറ്റം ഫെബ്രുവരിയില്. ഇപ്പൊ കൂടി ഞാനിത് യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ശരിക്കും കാറ്റ് കൊള്ളാൻ വേണ്ടി മേടിച്ചതാണ്. ഇത് ടവർ ഫാൻ ആണ് കേട്ടോ. പക്ഷെ ഇത് എനിക്കാണ് ഏറ്റവും കൂടുതൽ ഈ വീട്ടിൽ ഉപകാരപ്രദമായിരിക്കണം. ഞാൻ ഇത് വെച്ചിട്ടാണ് മുടി ഉണക്കണം. എനിക്ക് ഹെയർ ഡ്രയർ ഒന്നും ഇല്ല. എനിക്കിങ്ങനെ ചൂട് മുടിയിലേക്ക് അടിച്ചു കയറുന്ന ഇഷ്ടമല്ല. ഒന്നാമത്തെ കളേർഡ് ആയതുകൊണ്ടിട്ട് ഹെയർ ഭയങ്കരമായിട്ട് ഡ്രൈ ആകും നമ്മൾ ചൂടും കൂടി വെച്ചിട്ടുണ്ടെങ്കിൽ. അതുകൊണ്ടിട്ട് ഞാൻ ഈ ഒരു ടവർ ഫാൻ ആണ് എന്റെ മുടി ഉണക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നത്. ഇത് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പൊ ഇതാണ് എന്റെ ഫെബ്രുവരിയിലെ ഫേവറേറ്റ് എക്യുപ്മെന്റ്. എന്റെ അമ്മ നല്ല വെയിറ്റ് ഉണ്ട്. ഫേവറേറ്റ് എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ഐറ്റമിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ടവർ ഫാൻ ആണ്. എന്റെ ബഡിയാണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പൊ ഇത്. അപ്പൊ ഇനി നെക്സ്റ്റ് കാറ്റഗറി ആണ് ഫേവറേറ്റ് ഫിലിം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്റഗറി ആണിത്, ഫേവറേറ്റ് ഫിലിം എന്നുള്ളത്. അപ്പൊ ഫെബ്രുവരിയിൽ ഞങ്ങൾ ഫാമിലി ആയിട്ട് വിജയ് സൂപ്പറും പൗർണമിയും എന്നുള്ള മൂവി കാണാനായിട്ട് പോയി. അടിപൊളി മൂവിയാണ്. ഇപ്പൊ എന്റെയൊക്കെ ഒരു 22 ഒക്കെ ഏജ് ഉള്ള ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ മൂവി കണ്ടിരിക്കുക. നല്ല ഇൻസ്പയറിംഗ് ആണ് മൂവി. എങ്ങനെ ലൈഫിൽ നമുക്ക് കൂടുതൽ ഗോൾസ് അച്ചീവ് ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഈ ഒരു മൂവി. നല്ല മൂവിയാണ്. നമ്മളുടെ ഐശ്വര്യലക്ഷ്മിയും അതുപോലെ തന്നെ ആസിഫ് അലിയും തകർത്ത് അഭിനയിച്ച മൂവിയാണ്. എന്റെ ഫേവറേറ്റ് മൂവിയാണെന്ന് വേണമെങ്കിൽ ഇപ്പൊ പറയാം. വിജയ് സൂപ്പറും പൗർണമിയും ശരിക്കും എൻജോയ് ചെയ്തു. ഫാമിലി എന്റർടൈനർ ആണ്. നിങ്ങൾക്ക് ഫാമിലി ആയിട്ട് പോയി കാണാം. അപ്പൊ ഞാൻ കുമ്പളങ്ങി നൈറ്റ്സ് കാണാൻ വേണ്ടി അടുത്തത് വെയിറ്റിംഗ് ആണ്. അപ്പം ഇനി അടുത്ത ഫേവറേറ്റ് വീഡിയോയിൽ ഞാൻ എന്തായാലും കുമ്പളങ്ങി നൈറ്റ്സ് പറയുന്നതാണ്. അപ്പൊ മാർച്ച് ഫേവറേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുമ്പളങ്ങി നൈറ്റ്സ് ആയിരിക്കും എന്ന് തോന്നുന്നു എന്റെ ഫേവറേറ്റ് മൂവി. അപ്പൊ ഇനി അത് കാണട്ടെ. അപ്പൊ നിങ്ങൾ വിജയ് സൂപ്പർ കണ്ടവരൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ കമന്റ് ബോക്സിൽ ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. മൂവി നല്ല മൂവിയാണ് എന്റെ ഒപ്പീനിയനിൽ. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ വീഡിയോ കാണുന്നവരാണെങ്കിൽ ഷെയർ ചെയ്യാനായിട്ട് മറക്കാണ്ടിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മളുടെ ഈ ഫാമിലി വലുതാവട്ടെ. പിന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ശരണ്യ നന്ദകുമാർ എന്നാണ്. ഞാൻ എന്റെ ഐഡിയും ഞാൻ താഴ്ത്തിടാം. തീർച്ചയായിട്ടും നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക. അപ്പം എന്റെ ലൈഫ് അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. സോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് വീഡിയോ കാണാം. അതുവരേക്കും ബൈ.